നയനയ്ക്ക് അത്രയും വലിയ അവാർഡ് കിട്ടിയിട്ട് പോലും ദേവയാനി നയനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. മുത്തശ്ശൻ ജയനോട് പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, നയന മോളെ നമ്മുടെ ഹെഡ് ഡിസൈനറായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കണമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനിയുടെ കല്യാണ ദിവസമൊക്കെ വരികയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവയാനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ദേവയാനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ഈ ഒരു കാഴ്ച നമ്മുടെ നയനെ കാണുന്നുണ്ട് കേട്ടോ. ദേവേനി പക്ഷെങ്കില് പറയട്ടെ നോക്കാണ് എല്ലാവരോടും. പറഞ്ഞാല് കല്യാണ വീട് ആകെപ്പാടെ കുളവാകും. എല്ലാവരോടും പെട്ടെന്ന് ഇനി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. വന്ന ഗസ്റ്റൊക്കെ എന്താന്നൊക്കെ ചോദിച്ച് ആകെപ്പാടെ കല്യാണം അലങ്കോലമാകും. ഞാൻ കാരണം കല്യാണത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് കരുതുകയാണ് ദേവയാനി. അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാതെ ഉള്ളിലൊതുക്കാണ്. ശേഷം വീണ്ടും എല്ലാവരും കൂടെ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ദേവയാനിക്ക് വയറിനകത്തൊരു അസ്വസ്ഥയും നെഞ്ചിലൊരു അസ്വസ്ഥയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരികയൊക്കെ ചെയ്യാണ്. അപ്പോൾ കുറേ നേരം കൊണ്ട് നയന ഇത് കാണുന്നുണ്ട് കേട്ടോ. നയന എന്നിട്ട് ദേവയാനെ തന്നെ വാച്ച് ചെയ്യാണ്. ഒരു ഘട്ടത്തിൽ ദേവയാനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ ദേവയാനി പോയി വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ആ കൃത്യസമയത്ത് തന്നെ നയന അങ്ങോട്ടേക്ക് വന്ന് ദേവയാനിയുടെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാനുണ്ടമ്മേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറവൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഞാൻ കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കാം, അമ്മയ്ക്ക് എന്താ പറ്റിയേ? കുറെ നേരം കൊണ്ട് അമ്മ വൊമിറ്റ് ചെയ്യാനും വയറിൽ പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടു. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ ഇങ്ങ് വന്നേന്നും പറഞ്ഞിട്ട് നയന ദേവയാനിയും കൂട്ടിക്കൊണ്ട് ഒരു മുറിയിലേക്ക് പോവാണ്. അവിടെങ്ങും ആരും ഉണ്ടായിരിക്കില്ല കേട്ടോ. ആ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മ ഇവിടെ കിടക്കമ്മേ, ഞാന് അമ്മയ്ക്കുള്ള മരുന്നുമായിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന പോയിട്ട് ഇച്ചിരി നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഇതൊന്ന് കുടിക്കമ്മേ, കുറച്ച് ആശ്വാസം കിട്ടും. എന്നിട്ട് അമ്മയുടെ കിടക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് ഫാനും ഇട്ട് കൊടുത്തിട്ട് ദേവയാനിയുടെ കിടത്തിയിട്ട് നയന പുറത്തേക്ക് പോവാണ്. അതിനുശേഷം അവിടുത്തെ ആ മണ്ഡപത്തിന്റെ ഓളിഞ്ഞോളായിട്ടുള്ള ഒരാട് പറയാണ്, എനിക്ക് ഇച്ചിരി കഞ്ഞി വേണമെന്ന് പറയുമ്പോൾ, അതിനെന്താ മേഡം, ഇവിടെ ചോറുണ്ട്, ഇപ്പൊ തന്നെ അത് പറഞ്ഞ് കഞ്ഞിയാക്കി റെഡിയാക്കി തരാമെന്ന് പറയാണ്. അങ്ങനെ ഒരു ശകലം കഞ്ഞിയൊക്കെ അയാൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദാ ഈ ഒരു ഞാൻ എഴുതിയേക്കുന്ന ഈ ഒരു ടാബ്ലറ്റ് മേടിച്ചു വരാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പയ്യനെ പറഞ്ഞു വിട്ട് മേടിപ്പിക്കാമെന്ന് ആ മാനേജർ പറയുന്നുണ്ട്. അങ്ങനെ നയന അകത്തേക്ക് കയറി വന്നിട്ട് അമ്മ ഈ കഞ്ഞി കുടിക്കെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ കഴിച്ച എന്തോ ഫുഡ് പിടിക്കാഞ്ഞിട്ടൊക്കെ ആയിരിക്കും, കഞ്ഞി കുടിച്ച നല്ല ആശ്വാസം വയറിന് കിട്ടും, അമ്മ ഇത് കുടിക്കാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ദേവയാനിക്ക് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവേനിക്ക് വാരി കൊടുക്കുമ്പോഴെല്ലാം ദേവേനെ നയന ഇങ്ങനെ നോക്കാണ്. ഇത്രയും നാളും താൻ ഇത്രയ്ക്കൊക്കെ ഉപദ്രവിച്ചിട്ടും തന്നെ അതുപോലെ നോക്കുന്ന നയനെ അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ നയന ഈ കഞ്ഞി മുഴുവൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാം, അമ്മ റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞിട്ട് ആ കഞ്ഞിയും ഗ്ലാസ്സും ഒക്കെ ആയിട്ട് നയന പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ആ പയ്യൻ ടാബ്ലറ്റ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നയന ഒരു ഗുളിക, കുറച്ച് ആ വെള്ളവും ഒരു ഗുളികയായിട്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ ചെറിയ ഫുഡ് പോയ്സൺ അടിച്ചിട്ട് വയറിനത് പറ്റാഞ്ഞിട്ടൊക്കെ ആയിരിക്കും, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അമ്മ ഈ ഗുളിക കഴിക്ക്, മാറിക്കോളും എന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ കാണാതെ എങ്ങനെ ഗുളിക കഴിക്കാന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും സാരമില്ലമ്മേ, ഈയിടയ്ക്ക് എനിക്ക് ഇതുപോലെ തന്നെ സെയിം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് ഈ മരുന്നിന് തന്നത്, അതാ ധൈര്യമായിട്ട് ഞാൻ തരുന്നേ, അമ്മ കഴിച്ചോളാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതമ്മയ്ക്ക് വലിയ വിഷയമൊന്നുമല്ല, ചെറിയ എന്തോ പ്രശ്നമാണ്, അതുകൊണ്ട് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ സാരമില്ല, അമ്മ ഇതൊന്ന് കഴിക്കുക എന്ന് പറയാണ്. അങ്ങനെ നയന ആ ഒരു ടാബ്ലറ്റ് ദേവയാനിക്ക് കൊടുത്ത് കഴിപ്പിക്കുന്നുണ്ട്. ദേവയാനി ആ ടാബ്ലറ്റ് കഴിക്കാണ് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, അമ്മ ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പ്രശ്നമില്ല മാറുമെന്ന് പറയാണ്. ദേവയാനി പറയുന്നുണ്ട്, എന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ അവിടെ ജയേട്ടനും അച്ഛനൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുമ്പം, വേണ്ടമ്മേ, അമ്മയുടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം, അമ്മ കിടന്നു എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി കിടക്കുമ്പം അവൾക്ക് പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുത്ത് ഫാനൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നയന കതവും അടച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നയന പുറത്തേക്കൊക്കെ പോവാണ്. പുറത്തേക്കൊക്കെ പോയിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നയന മുറിയിലേക്ക് വരുമ്പം ദേവേനോട് നിന്ന് ഇറങ്ങായിരിക്കും കേട്ടോ. ആഹാ, കുറച്ചേരോട് അമ്മ കിടന്നോളാൻ വല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം, വേണ്ട, എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട്, വയറിനെ പ്രശ്നമൊക്കെ മാറി, നല്ലൊരു ആക്റ്റീവ് ആയിട്ടുണ്ട്, താങ്ക്സ് എന്ന് പറയുമ്പം, അതിനെന്തിനാ അമ്മ താങ്ക്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ബാമേന്നും പറഞ്ഞിട്ട് നയന അവളെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. അങ്ങനെ നയന അവളെയും കൂട്ടി പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സിലാലേക്കാണ്, ശരിക്കും എൻ്റെ മകന് കിട്ടിയ ഒരു നിധി തന്നെയാണ് നയന. വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ അവളോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്ത എന്നെ ഒന്ന് മൈൻഡെങ്കിലും ചെയ്യുമോ? അതൊന്നുമില്ലല്ലോ ഇവള്. എന്ത് കെയറിങ്ങോടെ എന്നെ നോക്കുന്നത്, എന്ത് സ്നേഹത്തോടെ എന്നെ പരിചരിക്കുന്നേ എന്നൊക്കെ ദേവയാനി ആലോചിക്കുകയാണ്. ഇതുപോലെ അവളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവളെയും തിരിച്ച് സ്നേഹിക്കുന്നത്. എൻ്റെ മകനെയും അവൾ അതുപോലെ പരിചരിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാ അവനും അവളെ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ നയന
നയനയുടെ പുറകെ ദേവേന ഇങ്ങനെ നടക്കുമ്പം അത് മുഴുവനും ദേവേനയുടെ ചിന്തകൾ മുഴുവനും നയന എന്ത് പാവമാണെന്നുള്ളതാട്ടോ. എന്റെ ആകാൻ യോഗ്യത ഇവക്ക് തന്നെയാ. അനന്തപുര തറവാട്ടിലെ മൂത്ത മരുമകൾ സ്ഥാനം ഇവൾക്ക് തന്നെയാ കൊടുക്കേണ്ടത്. എല്ലാരും എങ്ങനെ പരിചരിക്കണമെന്നും എല്ലാരും എങ്ങനെ സ്നേഹിക്കണമെന്നും വിരുന്നുകാരെ എങ്ങനെ നോക്കണമെന്നും ഓഫീസിലെ കാര്യവും കുടുംബത്തിന്റെ കാര്യവും എങ്ങനെ ഒരേപോലെ കൊണ്ടുപോകണമെന്നും എല്ലാം അറിയാവുന്നത് ഇവൾക്ക് മാത്രമാണ്. നവ്യനെ ആദർശനോട് വിവാഹം കഴിപ്പിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ പൊട്ടത്തരമായി പോയേനെ. വേറെ ഏത് പെൺകുട്ടിയാണേലും അതങ്ങനെ തന്നെ. നയനെ പോലെ ഒരേ സമയം സ്മാർട്ടും അതുപോലെ തന്നെ സ്നേഹവുമുള്ളൊരു പെൺകുട്ടിയെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ എന്നൊക്കെ ദേവയാനി മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ ദേവയാനി നയനോട് പറയുന്നുണ്ട്, ഞാനെങ്കിൽ അവരുടെ കൂടെ പോയി ഇരുന്നോളാം, നീ പോയിക്കോളാൻ പറയുന്നുണ്ട്. ശരി അമ്മയെന്ന് പറയാണ്. അങ്ങനെ ദേവയാനി ജയന്റെ അടുത്തേക്ക് പോയിരിക്കുന്നുണ്ട്. നയനമോള് പറഞ്ഞു നിനക്ക് സുഖമില്ലാന്ന്, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ജയേട്ടാ, അവൾ എനിക്ക് കഞ്ഞിയും മരുന്നും ഒക്കെ തന്നു, ഇത്ര തന്നെ റെസ്റ്റ് എടുക്കായിരുന്നു, ഇപ്പൊ മാറിയെന്ന് പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോക്കറിയാം ആർക്ക് ഏത് സമയം എപ്പോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായ ദേവേനും ചോദിക്കുകയാണ്. ദേവേനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സമയത്തൊക്കെ അനി ആകെപ്പാടെ വിഷമിച്ച് നടക്കായിരിക്കും കേട്ടോ. നന്ദുവിന്റെ കാര്യം ഓർത്തിട്ട് നന്ദു ഒപ്പം അനിയുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുകയാണ്, തനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ. നന്ദുവിനോട് നന്ദു വരരുതെന്ന് അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദു വന്നതുകൊണ്ട് തന്നെ അനാമിക എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്നാൽ നന്ദു ആണെങ്കിൽ അനിയുടെ കണ്ണിൽ പെടാതെ ഒരു മുറിയിൽ തന്നെ പോയി ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. കനവും ഗോവിന്ദനും പറയുന്നുണ്ട്, നീ പുറത്തേക്ക് എങ്ങും പോവണ്ട എന്നുള്ള കാര്യം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവിയും നയനയും ചോദിക്കുകയാണ്, എന്താ മോളെ നീ ഇവിടെ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നത്? നീ പാൻറ് ഷർട്ടൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല പെൺപിള്ളേരുടെ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടേ, എന്നിട്ട് നീ പുറത്തേക്കൊക്കെ വാ, നമുക്ക് കല്യാണമൊക്കെ ഇത് അടിച്ചു പൊളിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അവള് പറയാണ്, ശരിയാ മോളെ, ഞാൻ അവളോട് പറഞ്ഞതാ എഴുന്നേറ്റ് നടക്കാനൊക്കെ, ഇങ്ങനെ ചടഞ്ഞുകൂടി ഇന്ന് എന്ത് ചെയ്യാനെന്നൊക്കെ കനകം പറയാണ്. കനകം വന്നിട്ട് അവളോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്ക്, നിനക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യം അനിയും അനാമികയും മനസ്സിലാക്കണം എന്ന് കനകം പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയാണ്, എനിക്ക് വയ്യ, എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ, നീ എന്താ നന്ദു ഇങ്ങനെ ആയി പോയത്? എത്ര പേരെ ഒറ്റയ്ക്ക് അടിച്ചിരുന്ന എന്തൊരു മിടുക്കിയായിരുന്നു നീ, ഇപ്പൊ ഇതൊന്നും ഇല്ലാത്ത രീതിക്ക് ആയിപ്പോയല്ലോ നീ എന്നൊക്കെ പറയാണ്. എനിക്കറിയില്ല ചേച്ചി ഞാൻ എന്താ ഇങ്ങനെ ആയെന്ന്. അപ്പം നയന പറയുന്നുണ്ട്, ആ പോട്ടെ, അതൊന്നും സാരമില്ല, മോൾ ഇങ്ങോട്ട് ഇറങ്ങി വാന്ന് പറയുമ്പം, പ്ലീസ് ചേച്ചി ഞാൻ കുറച്ചുകൂടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. നവി ചോദിക്കാണ്, എന്താ നയന ഇവക്ക് പറ്റിയത്, എന്താ കാര്യമെന്ന് പറ, ഇവള് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, ഇവള് ഒന്ന് പറഞ്ഞാല് 10 തിരിച്ചു പറഞ്ഞവളായിരുന്നല്ലോ, ഇതുപോലൊരു ഫംഗ്ഷനൊക്കെ വന്നാ പിന്നെ ആണുങ്ങളുടെ കൂടെ അവിടെ എവിടെയോ തല്ലും ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കുന്നവളായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ, എന്തോ ഒരു സീക്രട്ട് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നയന പറയാണ്, ഒന്നുമില്ല ചേച്ചി, അവക്കെന്തോ ബുദ്ധിമുട്ട് പഠിത്തത്തിൻ്റെയൊക്കെ ഓർത്തിട്ടായിരിക്കും, പിന്നെ നമ്മളൊക്കെ ഒറ്റടിക്ക് ഇവിടുന്ന് മാറിയില്ലേ അതിൻ്റെയൊക്കെ വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് നയന അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്.